Yes, now we go to the converse part of T's characterization. First part ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കോൺവേഴ്സ് പാർട്ട് സെക്കൻഡ് വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. ബുദ്ധിമുട്ടായെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. T's characterization theorem ഓർമ്മയുണ്ടോ? The extension theorem says that the space X is normal if and only if for any closed set C, closed set A, and a continuous map f from A to closed interval -1, 1, comma, there exists a continuous function capital F from x to closed interval -1, 1 such that capital F of x equal to small f of x for every x in A. That means every continuous function on a closed set can be extended to a continuous function to the capital X in a normal space. That is a theorem. So first part നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ കണ്ടീഷൻസ് അസ്യൂം ചെയ്ത് നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്തതായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. Now the second part, converse part ആണ്. Conversely assume capital X is normal. Okay, and let capital A be a closed set and f from A to interval -1, 1 be continuous. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് മാപ്പ് ഒരു ക്ലോസ്ഡ് സെറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് സെറ്റിലാണ് ആ കണ്ടിന്യൂസ് മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ട് എന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ദി ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 1. ഈ ഇൻ്റർവൽ -1, 1നെ ഞാൻ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ കാൻഡർ സെറ്റിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ. അപ്പോൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1/3ലും 1/3ലും ആയിരിക്കും കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് മാറും. അങ്ങനെ ഈക്വൽ പാർട്സ് ആക്കിയതിന് ശേഷം ഞാൻ പുതിയ 2 സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. B1, C1 എന്ന് പറയുന്ന 2 സെറ്റ്സ് ഉണ്ടാക്കുന്നു. ലെറ്റ് B1 is equal to set of all x in capital X such that f of x is less than or equal to -1/3. അതായത് എഫിൻ്റെ റേഞ്ച് -1 മുതൽ 1 വരെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയതിൽ ഫസ്റ്റ് ഈക്വൽ പാർട്സിൻ്റെ ഇതിനകത്ത് വരുന്ന, അതായത് ഈ ഇൻ്റർവെലിനകത്ത് ഇമേജസ് വരുന്ന കറസ്പോണ്ടിങ് പ്രീമേജസുകളുടെ കളക്ഷനാണ് B1. C1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പോർഷനിൽ വരുന്ന ഇമേജസുകളുടെ പ്രീ ഇമേജുകളുടെ കളക്ഷൻ. അങ്ങനെയാണെങ്കിൽ B1 ക്യാൻ ബി റിട്ടൺ എഫ് ഇൻവേഴ്സ് ഓഫ് ദി ഇൻ്റർവൽ -1 to -1/3 and C1 can be written f inverse of 1/3, 1. Okay, clearly B1 and C1 are closed sets in X. Why? Since closed interval -1, -1/3 and closed interval 1/3, 1 are closed sets in interval -1, 1. I would realign with the usual topology. Therefore, since f is continuous, its inverse image is also closed. Therefore, B1 and C1 are closed sets in capital X. Also, what is B1 intersection C1? B1 intersection C1 is clearly empty. Because this is non-empty ആണെങ്കിൽ f inverse of intersection of this and this is non-empty ആവേണ്ടി വരും. പക്ഷെ നമുക്ക് clearly you can see that interval -1, -1/3 and 1/3, 1 are disjoint intervals. Therefore, they cannot be exist in intersection point. Therefore, B1 intersection C1 is also empty, which implies B1 and C1 are disjoint closed sets of a normal space capital X. അപ്പോൾ ഈ കേസിൽ നമുക്ക് യൂറിസോൺ ലെമ്മ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. യൂറിസോൺ ലെമ്മ എന്താണെന്ന് നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ക്യാപിറ്റൽ എക്സ് ഒരു നോർമൽ സ്പേസ് ആണെങ്കിൽ ഏത് 2 ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഫ്രം എക്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 സച്ച് ദാറ്റ് ഫസ്റ്റ് സെറ്റിലെ എ പറയുന്ന ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയ 0യിലേക്കും സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിനേക്കും റൈറ്റ് എൻഡ് പോയിൻ്റ് ആയ 1ലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ എന്നായിരുന്നു യൂറിസോൺ ലെമ്മ പറഞ്ഞത്. ഇവിടെ B1 and C1 which implies B1 and C1 are disjoint closed sets of
normal space X. Therefore, by Urysohn lemma, there exists a continuous function. ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഉള്ളതുകൊണ്ട് ഞാനതിനെ F1 എന്ന് വിളിക്കുന്നു. ഫ്രം എക്സ് ടു ഇൻ്റർവൽ, ഇവിടെ ക്ലോസ് ഇൻ്റർവൽ 0-1 ആയിരുന്നു യുറിസോൺ ലെമ്മയിലുള്ളത്. ഞാനതിവിടെ -1/3 1/3 ആയിട്ട് എടുക്കുകയാണ് ഈ ഇൻ്റർവൽ. സച്ച് ദാറ്റ് ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലിമെൻറ്റ്സിനെയും ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയ 0, ഇവിടുത്തെ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ് -1/3 ആണ്. ഫോർ എവരി എക്സ് ഇൻ ഫസ്റ്റ് സെറ്റ്, ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് B1. ആൻഡ് 1/3 റൈറ്റ് എൻഡ് പോയിൻറ്റിലാണ് സെക്കൻഡ് സെറ്റിലെ എല്ലാ എലിമെൻറ്റ്സിനെയും മാപ്പ് ചെയ്യുന്നത്. ഫോർ എവരി എക്സ് ഇൻ C1 F1x മാപ്പ് ഇൻ ടു 1/3. ഓക്കെ, ഈ രീതിയിൽ ഞാനൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും ബൈ ദ പ്രോപ്പർട്ടി ഓഫ് യുറിസോൺ ലെമ്മ. ഇനി അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും F1(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ദെൻ ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എ കോമ ഡിഫറൻസ് ബിറ്റ്വീൻ Fx ആൻഡ് F1x വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കേസുകളാണ് ശരിക്കും ഉള്ളത്. ഇതിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എയിലെ മെമ്പറാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് എ. എയിൽ നിന്നും -1 ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനായിരുന്നു എഫ്. ഈ -1 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയതിൻ്റെ ലെഫ്റ്റ് ഈക്വൽ പാർട്സിൽ വരുന്ന പ്രീ ഇമേജുകളുടെ കളക്ഷനാണ് B1. അപ്പോൾ എയ്ക്കകത്താണ് അത് ഉണ്ടാവുന്നത്. അതുപോലെ റൈറ്റ് സെറ്റിൽ വരുന്ന പ്രീ ഇമേജുകളുടെ കളക്ഷനാണ് C1. അപ്പോൾ C1 എന്ന് പറയുന്ന സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള 2 സെറ്റ്സാണ്, ഡിസ്ജോയിൻറ്റ് സെറ്റ്സാണ് B1 ആൻഡ് C1. അപ്പോൾ എക്സ് എയിൽ വരിക എന്ന് പറഞ്ഞാൽ അവിടെ 3 കേസ് ഉണ്ട്. ഒന്ന് B1 വരാം, ഒന്ന് C1 വരാം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അല്ലാത്ത ഈ ഇടയ്ക്കുള്ള പോയിൻറ്റ്സുകളിൽ വരാം. അപ്പോൾ അങ്ങനെ 3 കേസായിട്ട് നമ്മളിത് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇഫ് എക്സ് ഇൻ B1, എക്സ് B1 എടുത്തു കഴിഞ്ഞാൽ f(x)ൻ്റെ റേഞ്ച് എപ്പോഴും എവിടെ തന്നെയാണ്? f(x)ൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ B1-ലാണെങ്കിലും f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ f(x)ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് B1-ലാണെങ്കിൽ f(x)ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻ്റർവൽ -1 1 ആണ്. ഓക്കെ, ആൻഡ് F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? -1/3 -1, ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? അപ്പോൾ മോഡുലസ് ഓഫ് f(x) - F1(x) എന്ത് വരും? -1 -1/3, ദാറ്റ് ഈസ് 2/3. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആണ്. ശരിയല്ലേ? നോക്കൂ, അതേപോലെ തന്നെ ഇഫ് എക്സ് ബിലോങ്സ് ടു C1 ആണെന്ന് വിചാരിക്കുക. എക്സ് ബിലോങ്സ് ടു C1 ആണെങ്കിൽ f(x) ബിലോങ് ചെയ്യുന്നത് ഇൻ്റർവൽ -1 1 തന്നെയാണ്. F1(x) ബിലോങ് ചെയ്യുന്നത് ഇൻ്റർവൽ 1/3, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഫറൻസ് നോക്കി എന്താ വരിക? f(x)ഉം F1(x)ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും വരുന്നത്? ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആണ്. ഇനി ലാസ്റ്റ് കേസ് B1-ലും അല്ല C1-ലും ഇല്ലാത്ത പോയിൻറ്റ്സ് ഉണ്ടാവും. ഇഫ് എക്സ് ബിലോങ്സ് ടു A സച്ച് ദാറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു B1 യൂണിയൻ C1. B1-ലോ C1-ലോ വരാതെ എയിൽ വരുന്ന എലമെൻറ്റ്സുകൾ ഉണ്ടാവാം. അങ്ങനെ വരികയാണെങ്കിൽ ആ കേസിൽ F1(x) എവിടെയാണ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് സെറ്റിൽ വന്നാൽ B1, ഇതിനകത്ത് വന്നാൽ C1. ഇത് രണ്ടിലും ഇല്ലെങ്കിൽ F1(x) എവിടെ ഉണ്ടാവുന്നത്? F1(x) -1/3 1/3 പറയുന്ന ഇൻ്റർവെല്ലാണ് ഉള്ളത്. ആൻഡ് f(x) എവിടെ ഉണ്ടാവുന്നത്? വാട്ട് ഈസ് f(x)? f(x) is also belongs to -1/3 1/3 പറയുന്ന ഇൻ്റർവെല്ലിലാണ് വരുന്നത്. ശരിയല്ലേ? കാരണം B1-ലും അല്ല C1-ലും അല്ല എങ്കിൽ അതിൻ്റെ റേഞ്ച് എവിടെ എടുക്കുക? ഇതിനകത്തല്ലേ എടുക്കുന്നത്. B1-ൽ വരുന്നതൊക്കെ ഇവിടെ, ഇതിനകത്ത് വരുന്നതൊക്കെ C1-ലും ആണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്തേ വരത്തുള്ളൂ? ദാറ്റ് ഈസ് ആൾസോ മോഡുലസ് ഓഫ് f(x) - F1(x)ൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3. അപ്പോൾ ഏത് കേസിലാണെങ്കിലും എക്സ് എയിലകത്താണ് എലമെൻറ്റ്സിൽ എ പറയുന്ന സെറ്റിലാണ് എടുക്കുന്നതെങ്കിൽ മോഡുലസ് ഓഫ് f(x) - F1(x) ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഒന്നുമില്ല, നമ്മൾ ആദ്യം ചെയ്തു B1 C1 പറയുന്ന 2 ഫംഗ്ഷൻസ് എടുത്തു. ആദ്യം നമ്മൾ കണ്ടീഷൻസിന് വേണ്ട ഒരു ക്ലോസ്ഡ് സെറ്റ് ക്യാപിറ്റൽ എയും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ
A2 ക്ലോസ്ഡ് ഇൻ്റർവൽ -1 എടുത്തു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യൂറിസോൺ ലെമ്മ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് B1 C1 എന്ന് പറയുന്ന രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് വേണം. അങ്ങനെയുള്ള ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ് ഉണ്ടാക്കാൻ ഇൻ്റർവൽ -1 ഈക്വൽ 3 പാർട്സ് ആക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് പോർഷൻസിൽ വരുന്ന പ്രീമേജുകളുടെ കളക്ഷൻ B1 റൈറ്റ് പോർഷനിൽ വരുന്ന പ്രീമേജുകളുടെ കളക്ഷൻ C1 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് B1 C1 ക്ലോസ്ഡ് സെറ്റ്സ് ആണ്, മാത്രമല്ല അവർ ഡിസ്ജോയിൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ യൂറിസോൺ ലെമ്മ പ്രകാരം നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടും. ആ കണ്ടിന്യൂസ് ഫംഗ്ഷനെ നമ്മൾ F1x എന്ന് വിളിച്ചു. F1xൻ്റെ ഡൊമെയിൻ ക്യാപിറ്റൽ എക്സും റേഞ്ച് ഇൻ്റർവൽ -1/3 1/3 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ B1ലെ എല്ലാ പോയിൻറ്റ്സിനെയും -1/3ലേക്കും C1ലെ എല്ലാ പോയിൻറ്റ്സിനെയും 1/3ലേക്കും മാപ്പ് ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും F1 എന്ന് പറയുന്നത്. ദെൻ ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എ ഡിഫറൻസ് ബിറ്റ്വീൻ Fx ആൻഡ് F1x എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3. ഇതുവരെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ less than or equal to 2/3. Now we are considering the interval -2/3 2/3 എന്ന് പറയുന്ന ഇൻ്റർവൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ആൻഡ് ഡിഫൈൻ ലെറ്റ് G1 is a mapping from capital A to the interval -2/3 2/3 defined by G1 of x is equal to Fx minus F1x. അതായത് Fx മൈനസ് F1xൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മാക്സിമം 2/3 വരെയല്ലേ വരുള്ളൂ. അതായത് ഇതിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 എന്ന് പറഞ്ഞാൽ അത് -2/3ക്കും 2/3ക്കും ഇടയ്ക്കാണ് ബിലോങ് ചെയ്യുന്നതെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ -2/3ക്കും 2/3ക്കും ഇടയ്ക്കാണ് ബിലോങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ആ Fx മൈനസ് F1xൻ്റെ റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത് -2/3 2/3. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. G1 is a mapping from A to interval -2/3 2/3 such that G1 is mapped as Fx minus F1x. ഓക്കെ, അപ്പോൾ എഫും F1ഉം ഒക്കെ കണ്ടിന്യൂസ് മാപ്പ് ആയത് കാരണം G1ഉം കണ്ടിന്യൂസ് മാപ്പ് ആയിരിക്കും. ശരിയല്ല, വിച്ച് മീൻസ് G1 is continuous. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് സെറ്റുകൾ ഉണ്ടാക്കാൻ പോവാണ്. നൗ ടേക്ക് B2 C2 രണ്ട് സെറ്റ് ഉണ്ടാക്കും. എങ്ങനെയായിരിക്കും B2? സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ക്യാപിറ്റൽ A സച്ച് ദാറ്റ് G1 of x less than or equal to -2/9 and C2 is equal to set of all x in capital A such that G1 of x is greater than or equal to 2/9. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ -2/3 2/3 എന്ന ഇൻ്റർവെലിനെ 3 ആക്കി ഈക്വൽ പാർട്ടാക്കി മാറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ -2/9ഉം ഇവിടെ 2/9ഉം കിട്ടും. അങ്ങനെ ഈ ഇൻ്റർവെൽസ് ആണ് 3 എണ്ണം. ഇതിൻ്റെ വരുന്ന പ്രീമേജസിൻ്റെ കളക്ഷൻ B2, ഇതിൻ്റെ വരുന്ന പ്രീമേജസിൻ്റെ കളക്ഷൻ എന്തെടുത്തു? C2 ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ B2 and C2 ആർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ്. ഇൻ ക്യാപിറ്റൽ എ ആണ്, ഇൻ പെർട്ടിക്കുലർ അത് ക്യാപിറ്റൽ എക്സിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. Therefore again by യൂറിസോൺ ലെമ്മ എന്തായിട്ട് there exists a continuous function. ആ ഫംഗ്ഷൻ ഞാൻ F2 എന്ന് പേര് കൊടുക്കുന്നു. ഫ്രം എക്സ് ടു ഇൻ്റർവൽ അവിടെ -1/3 1/3 എടുത്തു. ഇവിടെ ഞാൻ -2/9 2/9. അവിടെ -1/3 1/3 എങ്ങനെയാണ് കിട്ടുന്നത്? -1നും 1നും 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയതിൻ്റെ മിഡിൽ പോയിൻ്റ് ആയിരുന്നു, ഞാൻ മിഡിൽ ഇൻ്റർവെല്ലായിരുന്നു അവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ -2/3 2/3നെ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൻ്റെ മിഡിൽ ഇൻ്റർവെൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി -2/9 2/9 സച്ച് ദാറ്റ് ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിനെയും F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ -2/9ലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് B2 ആണ്. സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിനെയും ഈ F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ 2/9ലേക്ക് മാപ്പ് ചെയ്യുന്ന അടുത്ത സെക്കൻഡ് സെറ്റ് C2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ എവരി എക്സ് ഇൻ എ വി ക്യാൻ കൺസിഡർ ദ ഡിഫറൻസ്. ഏത് ഡിഫറൻസ്? എഫ് ഓഫ് എക്സിൻ്റെയും പുതുതായി ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ. ഇവിടുത്തെ പുതുതായി ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഏതാ? G1 ആണ്. അവിടെ എഴുതിയത് എങ്ങനെയായിരുന്നു? എഫും ശരിയല്ലേ, അവിടെ എഴുതിയത് എഫും F1xും ആണ്. എഫും F1x എന്ന് പറഞ്ഞാൽ ആദ്യം എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതിന് നമുക്ക് കിട്ടുന്നത് യൂറിസോൺ ലെമ്മ പ്രകാരം കിട്ടുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അവരുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ എടുത്ത ആദ്യത്തെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ G1x ആണ്, മൈനസ് യൂറിസോൺ ലെമ്മ പ്രകാരം കിട്ടിയ ഫംഗ്ഷൻ F2 of x ആണ്. ഓക്കെ, അതെന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഡിഫറൻസ് എങ്ങനെയായിരിക്കും നോക്കാം. G1xൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -2/3 2/3.
എഫ് ടു എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -2/9 മുതൽ 2/9 വരെ. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 2/3 - 2/9 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 4/9 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9. ആൻഡ് വാട്ട് ഈസ് G1x? G1x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? f of x മൈനസ് f1x മൈനസ് f2x. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9. റെഡി? ഇനി ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം. എന്താ എടുക്കാം? എക്സ് ക്യാപിറ്റലിൽ എടുത്തു കഴിഞ്ഞാൽ അത് B1ൽ വരാം, ഇവിടെ B1 B2 അല്ല, B2ൽ വരാം, അല്ലെങ്കിൽ C2ൽ വരാം, അല്ലെങ്കിൽ B2ലും C2ലും വരാതിരിക്കാം. അപ്പോൾ ഓരോ കേസായിട്ട് നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9 തന്നെയാണ് കേട്ടോ കിട്ടുക. നോക്കിയാൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. 4/9 എന്ന് പറയുമ്പോൾ ഡിഫറൻസ്, ഈ മൊത്തം ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9 എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എവിടെയായിരിക്കും ബിലോങ് ചെയ്യുക? -4/9 4/9 ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഇതേപോലെ G2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. എവിടെ നിങ്ങളുടെ നൗ ഡിഫൈൻ G2 is a mapping from Aയിൽ നിന്നും -4/9 to 4/9 defined by G2 of x is equal to ഏതാ? ഈ ഫംഗ്ഷൻ fx മൈനസ് f1x മൈനസ് f2x. ഓക്കെ, ഡിഫൈൻ ചെയ്തു. ദെൻ G2 is continuous. ഇനി എന്ത് ചെയ്യും? B3 C3 പറഞ്ഞൊരു സെറ്റ് ഉണ്ടാക്കും. അവർ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. എഗൈൻ ഈ ഒരു സോണിലും അപ്ലൈ ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടും അല്ലേ? ആൻഡ് സോ വി ഗെറ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ f3 കിട്ടും. അതെവിടെ നിങ്ങളുടെ ആയിരിക്കും? f3 is a mapping from x to എത്രയായിരിക്കാം? ആദ്യം 1/3 ആയി, പിന്നെ അത് 2/9 ആയി. ആദ്യം 1/3 ആയിരുന്നു, അതായത് -1/3 1/3 ആയിരുന്നു, പിന്നെ അത് 2/9 -2/9 2/9 ആയി. അപ്പോൾ ഇനി അടുത്ത് എത്രയായിരിക്കും? സ്ക്വയർ അല്ലേ പോകുന്നത്? -4/27 ശരിയാണോ? 3 ഇത് 3 സ്ക്വയർ, അപ്പോൾ 3 ക്യൂബ് 4/27 4/27 -4/27 4/27 such that for every x in capital A എന്ത് കിട്ടും? ഇതുപോലൊരു പ്രോപ്പർട്ടി കിട്ടില്ലേ? മോഡുലസ് ഓഫ് f of x മൈനസ് f1x മൈനസ് f2x മൈനസ് അടുത്ത എന്തായിരിക്കും? f3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യം ഉണ്ടായിരുന്നത്, ആദ്യം എന്താ കിട്ടിയായിരുന്നു നമ്മൾക്ക്? 2/3. ആദ്യം കിട്ടിയത് 2/3, അപ്പോൾ കിട്ടിയത് 4/9. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? സ്ക്വയേഴ്സാണ് വരുന്നത് അല്ലേ? ദാറ്റ് ഈസ് എത്ര വരും? 2/3 ആയി, 4/9 ആയി, 2 സ്ക്വയർ 2 ക്യൂബ്, ദാറ്റ് ഈസ് 8/27. Okay, continuing like this we obtain the sequence of continuous functions. The sequence of continuous functions f5 such that the following properties satisfied. First property, each fn is continuous. Second property, modulus of fnx is less than or equal to 2 raised to n minus 1 divided by 3 raised to n. And third property, f of x minus ഈ പ്രോപ്പർട്ടി f1x minus f2x, f1x minus f2x minus f3x അങ്ങനെ സിഗ്മ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സിഗ്മ i equal to 1 to n fi of x less than or equal to 2 raised to n divided by 3 raised to n. ഇത്രയും പ്രോപ്പർട്ടീസാണ് ഈ പറയുന്ന കളക്ഷൻസിന് ഉണ്ടായത്. ഇതെങ്ങനെയായിട്ടെന്നാൽ മോഡുലസ് f(n)(x) ലെസ് ദാൻ ഈക്വൽ ടു 2/3 raised to n. ഇവിടെ നോക്കി f1x-ന്റെ റേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. f1x-ന്റെ റേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? 2/3. രണ്ടാമത് വന്നപ്പോഴോ 4/9. മൂന്നാമത് ചെയ്തപ്പോഴോ 8/27. അങ്ങനെയല്ലേ പോകുന്നത്. അതുപോലെ ഇതിനകത്താണെങ്കിൽ രണ്ടും ഒരേ പവറിലാണ് പോകുന്നത്. 2 ക്യൂബ് 3 ക്യൂബ് റേഞ്ചിൽ. ഇവിടെയാണെങ്കിൽ 1/3 എന്ന് വെച്ചാൽ 2 raised to 0 divided by 3, 2 square divided by 3 ക്യൂബ് അങ്ങനെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
ഈ രീതിയിൽ നമുക്ക് ഫംഗ്ഷൻസിൻ്റെ ഇത്രയും പ്രോപ്പർട്ടീസ് കിട്ടി. അപ്പോൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ആണ് കിട്ടുന്നത്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. വി ഹാവിങ് ദീസ് പ്രോപ്പർട്ടീസ്. എല്ലാ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആണ്. ആൻഡ് മോഡുലസ് എഫ് എൻ എക്സ് ലെസ് ആർ nth ടേം ലെസ് ആർ ഈക്വൽ ടു 2 - n-1/3 ആണ്. ആൻഡ് എഫ് എക്സ് മൈനസ് സിഗ്മ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു 2 n/3 ആണ്. ഈ 3 പ്രോപ്പർട്ടീസ് ഉള്ള സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നൗ കൺസിഡർ ദ സീരീസ്. sigma n equal to 1 to infinity 2 n - 1/3 n. ഈ സീരീസ് consider the series sigma n equal to 1 to infinity 2 n - 1/3 n. ഈ സീരീസ് എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ r raised to n എന്ന് പറയുന്ന സീരീസിൽ ഇവിടെ കോമൺ AR raised to n എന്ന് പറയുന്ന സീരീസ്, ഇവിടെ r എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പോൾ 2/3 ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ജോമെട്രിക് സീരീസിൽ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആകുമ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ വിച്ച് ഈസ് എ ജോമെട്രിക് series with a common ratio r less than 1. Therefore it is convergent. Okay, അപ്പോൾ ഈ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ we have by second property modulus of fn x is less than or equal to 2 n - 1/3 n. അപ്പോൾ രണ്ട് സ്ഥലത്തും സിഗ്മ കൊടുക്കുമ്പോൾ സിഗ്മ fn x is less than or equal to സിഗ്മ 2 n - 1/3 n. നമുക്കൊരു കമ്പാരിസൺ ടെസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് ഈ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഇതിനേക്കാളും ചെറിയ സീരീസും കൺവേർജൻ്റ് ആയിരിക്കുന്നു. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് sigma modulus of fn x is convergent. And what is modulus of fn x convergent എന്ന് പറഞ്ഞാൽ absolutely summable എന്നൊക്കെ പറയാം. which implies sigma fn of x is converges uniformly to some function, say capital F on capital X. അപ്പോൾ ഒന്നുമില്ല, കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം സിഗ്മ മോഡ് എഫ് എൻ എക്സ് കൺവേർജൻ്റ് ആണ്. മോഡ് എഫ് എൻ എക്സ് കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എൻ എക്സും കൺവേർജൻ്റ് ആണ്. ഇവിടുത്തെ കൺവേർജൻസ് യൂണിഫോം കൺവേർജൻസ് ആണ്, കാരണം ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട്. സോ സിഗ്മ മോഡ് എഫ് എൻ എക്സ് ഇസ് യൂണിഫോംലി കൺവേർജൻറ്റ് ടു സം ഫംഗ്ഷൻ സേ എഫ് എൻ ഓൺ എക്സ്. ഇനി ഇങ്ങനെ യൂണിഫോം കൺവേർജൻസ് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്ക് ഓർമ്മയുണ്ടോ, ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന റിയൽ അനാലിസിസിൻ്റെ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു തീറം പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് വെയ്സ്റ്റാസ് ടെസ്റ്റ് ഒക്കെ പോലുള്ള ടെസ്റ്റായിരുന്നു. അതായത് എഫ് എൻ എക്സ് ഇസ് ലെസ് ആർ ഈക്വൽ ടു സിഗ്മ എം എൻ ആണെങ്കിൽ എം എൻ എന്ന് പറഞ്ഞാൽ സുപ്രീമം എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ആയിരുന്നു പഠിച്ചത്. അങ്ങനെ എം എൻ ഇസ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഇസ് കൺവേർജസ് ടു 0 ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡുള്ള സീരീസും യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റിയൽ നമ്പേഴ്സിനെ സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. Therefore sigma fn is uniformly convergent to some function say f on capital X. Okay, ശരി. ഇനി ഈ കൺവേർജൻസ് യൂണിഫോം കൺവേർജൻസ് ആയതുകൊണ്ടും ഇവിടെയുള്ള ഓരോ എഫ് എൻ എക്സും കണ്ടിന്യൂസ് ആയതുകൊണ്ടും വി നോ ദാറ്റ് യൂണിഫോം ലിമിറ്റ് തിയറം എന്താ പറയുന്നത്, സീക്വൻസിൽ അല്ലെങ്കിൽ സീരീസിലെ ഓരോരുത്തരും കണ്ടിന്യൂസ് ആണെങ്കിൽ അവർ കൺവേർജ് ചെയ്യുന്ന പോയിൻറ്റും കണ്ടിന്യൂസ് ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ഇൻ്റർവെൽ എങ്ങനെയായിരിക്കും -1 കാരണം അതിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ എഫും ഫംഗ്ഷൻ ഫ്രം എക്സ് ടു -1 തന്നെയായിരിക്കും. Okay, now for every x in capital A, sigma I equal to 1 to n fi of x. ഇത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? ബൈ ദ പ്രോപ്പർട്ടി 3 പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത് വെച്ചാൽ by third property modulus of fx minus sigma I equal to 1 to n fi of x is less than or equal to 2 n divided by 3 n. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം എവിടേക്ക് പോകും? ടെൻസ് ടു 0യിലേക്ക് പോകും. അപ്പോൾ ഈ ടേം എവിടേക്ക് പോകും? ഇത് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഈ സീരീസ് ഇങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. വിച്ച് ഇംപ്ലൈസ് സിഗ്മ I equal to 1 to infinity fi of x converges to f of x എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, and we have sigma fn x എന്ന് വെച്ചാൽ sigma n equal to 1 to infinity fn x converges to capital F of x. ഇവിടെ പറയുന്നു sigma equal to 1 to x fi of x converges to f of x എന്ന്. So which implies ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ
ലിമിറ്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും, കാരണം ഇത് T2 സ്പേസ് ആണ്, റിയൽ വാല്യൂഡ് ആണ്, റിയൽ ആൻഡ് വിത്ത് യൂഷ്വൽ ടോപ്പോളജി T2 ആണ്. അപ്പോൾ കൺവേർജ് ചെയ്യുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് യുണീക്കാണ്. അതുകൊണ്ട് ഈ രണ്ട് സീരീസും കൺവേർജ് ചെയ്യുന്നത് ഒരാളിലേക്കായിരിക്കണം. സോ വാട്ട് യു മീൻ ദാറ്റ്? പക്ഷേ ഇവിടെ പറയുന്നത് എക്സ് ക്യാപിറ്റൽ എക്സിൽ എടുക്കുമ്പോഴാണ്, ഇവിടെ എക്സ് ക്യാപിറ്റൽ എയിൽ എടുക്കുമ്പോഴാണ്. പക്ഷേ നമുക്കറിയാം യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജൻസും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കൺവേർജൻസ് സെയിം ആവണം. സോ വാട്ട് യു മീൻ ബൈ, ഇവിടെ നിന്ന് എന്ത് എഴുതാൻ പറ്റും നമുക്ക്? which implies capital F of x small f of x equal ആയിരിക്കണം for every x in A. ഓക്കെ, which implies അതിൻ്റെ അർത്ഥം എന്താ? ക്യാപിറ്റൽ എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, എക്സിൽ നിന്ന് -1 പോകുന്നു. ഇനി എക്സ് എയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ സ്മോൾ എഫ് ഓഫ് എക്സും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും ഈക്വൽ ആണ്. which implies capital F is a continuous extension of small f to capital X. So we get the proof: every continuous function on a closed set in a normal space can be extended continuously to capital X. ഇത്രയുമാണ് ടീസ് ക്യാരക്ടറൈസേഷൻ. ഈ ലാസ്റ്റ് പോർഷൻ കുറച്ച് അനാലിസിസിൻ്റെ, അതായത് റിയൽ അനാലിസിസിൻ്റെ പോർഷൻസ് വന്നിട്ടുണ്ട്. അതായത് ആ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്തുകൊണ്ട് നമുക്കൊരു കൺവേർജൻസ് കിട്ടും. അങ്ങനെ കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കും. അതാണ് നമ്മുടെ പ്രൂഫിലേക്ക് ആവശ്യമുള്ള എഫ്. ഇനി ആ എഫ് എക്സ്റ്റൻഷൻ ആണെന്ന് പറയാൻ ക്യാപിറ്റൽ എയിലെ പോയിൻറ്റ്സിലും രണ്ടുപേരും സെയിം ആണെന്ന് കാണിക്കണം. ക്യാപിറ്റൽ എയിലുള്ള എല്ലാ പോയിൻറ്റ്സിലും തേർഡ് പ്രോപ്പർട്ടി പ്രകാരം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സും സിഗ്മയും തമ്മിലുള്ള ഡിഫറൻസ് = 2n/3n ആണ്. ആസ് n tends to infinity റൈറ്റ് സൈഡ് tends to 0 എന്ന് പറഞ്ഞാൽ ആ സീരീസ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നർത്ഥം. ഇവിടെ എയിലുള്ള പോയിൻറ്റ്സിന് മാത്രം ഈ പ്രോപ്പർട്ടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് പോയിന്റ് വൈസ് കൺവേർജൻസ് ആണ്. പക്ഷേ യൂണിഫോം കൺവേർജൻ്റ് ആണെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജൻറ്റും ആയിരിക്കും, കൺവേർജ് ചെയ്യുന്ന ആൾ ഒരേ സ്ഥലത്തേക്കും ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ T2 സ്പേസ്. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് എൻ എക്സ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് എക്സിലേക്കും പോകുന്നുണ്ട്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലേക്കും പോകുന്നുണ്ട്. പക്ഷേ ഫോർ എക്സ് ഇൻ എ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സും സ്മോൾ എഫ് ഓഫ് എക്സും എന്താവണം? സെയിം ആവണം. ദാറ്റ് മീൻസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഓഫ് സ്മോൾ എഫ് ടു എക്സ്. ഓക്കെ.